LDFിൻ്റെ കൺവീനറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ആ കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവാണ്. അതിനപ്പുറത്തേക്ക് പറയുമ്പോൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് നേരത്തെ പറഞ്ഞ ചില ധാരണകളും രീതികളുമാണ്. ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളത് ഏതെങ്കിലും കാലത്തൊരു തീരുമാനമെടുത്ത് അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് അത് ഇടതുപക്ഷ മുന്നണിയിൽ എപ്പോഴാണ് അങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ആയിക്കട്ടോ തീരുമാനിച്ചത്. മുൻ മന്ത്രിയും CPI നേതാവുമായ P. പ്രസാദ് റിപ്പോർട്ടർ TVക്കൊപ്പമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ചേർത്തലയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. ദേശീയപാതയുടെ തീരത്തുള്ള ഓരത്തുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ്. എന്നാൽ ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണം ഇതേ ഘട്ട രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അക്സസ് പ്രവേശനമെല്ലാം വലിയ പ്രയാസമുള്ളതായി തീരും. നാഷണൽ ഹൈവേ വിപുലീകരിക്കുന്നത് കണക്ടിവിറ്റി എന്നതിനെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്നാൽ അവിടെ അത് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. ഇക്കാര്യം കേന്ദ്ര മന്ത്രിയുടെ ശ്രീ നിതിൻ ഗഡ്കരിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനും ചേർത്തല നഗരസഭാ ചെയർപേഴ്സണും കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാട്ടിൽ തന്നെ അത് വലിയ പ്രതിഷേധമാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സമരസമിതി രൂപം കൊടുത്ത് അതിൻ്റെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഓണക്കാലത്ത് പോലും ഒഴിവില്ലാതെ മാറ്റമില്ലാതെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ ഒരു ശാഠ്യം കാണിച്ചത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി അതിൻ്റെ ഉദ്യോഗസ്ഥർ കാണിച്ച ശാഠ്യം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേവലമായൊരു ഫുഡ് ഓവർബ്രിഡ്ജ് മാത്രം പണിതാൽ എങ്ങനെയാണ് 10,000-കണക്കിന് ആളുകൾ ദിവസവും ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് എത്തിച്ചേരാൻ കഴിയുക? നാഷണൽ ഹൈവേ വിപുലീകരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന ചേർത്തലക്കാർ മാത്രമല്ലല്ലോ, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ജോലിക്കായി വരുന്നവരുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട്. അർത്തുങ്കൽ, ചേർത്തല ദേവി ക്ഷേത്രം അടക്കമുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരുണ്ട്. ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാവുന്നു മാത്രമല്ല ഒരു അപകടത്തിൻ്റെ ഇടം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അപകടം വർദ്ധിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ആ അനാസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾക്കകത്തെല്ലാം അനുകൂലമായ നിലപാട് മന്ത്രിതലത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രതീക്ഷയോടുകൂടി ഈ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം CPIയുമായി ബന്ധപ്പെട്ടുള്ളത് CPIക്ക് ഉപനേതാവ് പദവി പ്രതിപക്ഷത്ത് വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു. പലപ്പോഴും അത് ചർച്ച ചെയ്യാം എന്ന നിലയ്ക്ക് നീങ്ങിപ്പോയി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു CPM നേതാവിൻ്റെ പേരായിരിക്കും കൊടുക്കുന്ന സ്പീക്കർക്ക് നൽകുന്ന കത്തിലുണ്ടാവുക എന്ന്. ഈ നിലപാട് എങ്ങനെയാണ് കാണുന്നത്? അതൊരു മുന്നണി മര്യാദയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല. ചർച്ച ചെയ്യാനും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് പറയുക, അഭിപ്രായം പറയുക എന്നത് ഒരു മുന്നണിയുടെ നേതാവിന് യോജിക്കുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുകയും നിരന്തരമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ് ഇരു പാർട്ടികളും അതിനെ കണക്കാക്കിയിട്ടുള്ളത്. മുന്നണി കൺവീനർ അത്തരത്തിൽ അഭിപ്രായം പറയുന്നതിനെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോട് തന്നെയാണ് ഞങ്ങൾ അതിനെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നൊരു കാര്യത്തിൽ ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അവിടെ തകർക്കുന്നത് മുന്നണിയിൽ ഉണ്ടാവേണ്ട ഒരു ഐക്യത്തെയാണ്. മുന്നണിയുടെ ഒരു മര്യാദയാണ്. മുന്നണി മര്യാദ എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ഒരു മുന്നണി രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ. മുന്നണി ഒരു രാഷ്ട്രീയ മുന്നണിയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണിയാകുമ്പോൾ അവിടെ പങ്കുചേരുന്ന എല്ലാ പാർട്ടികൾക്കും പരിഗണന ലഭിക്കേണ്ട, തുല്യമായ പരിഗണന ലഭിക്കേണ്ട അതിനായിട്ടാണ്. ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഇടമൊന്നുമല്ല. അല്ലെന്ന് വെച്ചാൽ അവിടെ ഒരു വോട്ടെടുപ്പിലൂടെയല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും സമവായത്തിലൂടെയുമാണ് മുന്നണിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത്തരം കാര്യങ്ങൾക്കകത്ത് അതിനെക്കുറിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കുകയും മാതൃകയാകുകയും ചെയ്യേണ്ടുന്നവർ അതിൻ്റെ ബാലപാഠങ്ങൾ പോലും വിസ്മരിക്കുന്നത് നല്ലതല്ല. ഈ ഐക്യം തകർത്തു എന്ന് തന്നെ ഐക്യം തകർക്കുന്ന പ്രതികരണത്തിലേക്ക് പോയി എന്ന് തന്നെ പറയുന്നു. ശരിക്ക് അങ്ങനെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു CPI? അല്ല, ഇതുവരെയും ഇടതുപക്ഷ മുന്നണിയുടെ ഐക്യവും തകർന്നിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയുടെ ഐക്യം തകരുന്നത് ശരിയുമല്ല. കാരണം അതൊരു രാഷ്ട്രീയ മുന്നണിയാണ്. രാഷ്ട്രീയ മുന്നണിയാണെന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണിയുടെ ഐക്യം തകരും. പക്ഷേ എന്നാൽ മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നൊരു മുന്നണി, ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള യോജിപ്പാണ്. ആ യോജിപ്പിന് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ആ യോജിപ്പിന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്ന
പരിഗണനകൾ, പദവികളൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ജനാധിപത്യ ഇടങ്ങളിൽ അതിന് പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. അങ്ങനെയാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വിശാലമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷം അല്പം പോലും ദുർബലപ്പെടാൻ പാടില്ലാത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു ചെറിയ അസ്വസ്ഥതയോ അസ്വാരസ്യമോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് മുതിർന്ന നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് അവിടെ തന്നെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. അത്തരമൊരു കാര്യത്തിൻ്റെ പരിഹാരം ഉണ്ടാവാതിരിക്കുമ്പോൾ ആ പരിഹരിക്കുന്ന ഇടത്തെക്കുറിച്ച് ആലോചിക്കുകയും അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നവരിടത്ത് LDFിൻ്റെ കൺവീനറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ആ കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവാണ്. അതിനപ്പുറത്തേക്ക് പറയുമ്പോൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് നേരത്തെ പറഞ്ഞ ചില ധാരണകളും രീതികളുമാണ്. അതൊരു മുന്നണിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകമാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതും മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരമുള്ള പ്രതികരണമല്ല മുന്നണിയിലെ കക്ഷികളോ കേരളത്തിൻ്റെ സമൂഹമോ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും CPIക്ക് ഉപനേതാവ് പദവി വേണം എന്ന നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു അനാവശ്യമായ വാദഗതിയോ അർഹതയില്ലാത്ത ഒരാവശ്യമോ അല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ രീതികൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പദവി ഇല്ല എങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാമാണ് നിലപാട് സ്വീകരിച്ചത് എന്ന് ചരിത്രം നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഉപനേതാവിനേക്കാൾ എത്രയോ വലുതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പദവി. ആ പദവി അത്തരമൊരു സാഹചര്യം എല്ലാം മാറ്റിവെച്ചിട്ടാണ് കേരളത്തിൽ CPIക്ക് എത്ര MLA ഉണ്ടെന്ന് നോക്കിയിട്ടല്ല അന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് CPI എത്തിയത്. അപ്പോൾ അത്തരമൊരു രീതിയിലേക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായ മുന്നണിയാണ് ഉണ്ടാവേണ്ടത്. ഒരു രാഷ്ട്രീയ ഐക്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഐക്യമാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്, ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ഇതെല്ലാം മാറ്റിവെച്ചിട്ട് മുഖ്യമന്ത്രി പദവി അടക്കം ഒഴിഞ്ഞ് ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കുന്നതിലേക്ക് എത്തിയത്. അവിടെ ഞങ്ങൾക്ക് അതിനേക്കാൾ എന്തോ മതിലിക്കുന്ന ഒന്നാണ് ഈ ഉപനേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് എന്ന് കണക്കാക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ അതെല്ലാം ഓരോ പാർട്ടിക്കും ലഭ്യമാകുന്നൊരു പരിഗണനയാണ്. അത് ആ മുന്നണിയെ കൂടുതൽ കെട്ടുറപ്പോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപകരിക്കും എന്ന് മുന്നണി നേതൃത്വം മനസ്സിലാക്കണം. ആരെയല്ല എങ്ങനെയെല്ലാമാണ്. അത് CPIയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പാർട്ടികളുണ്ട്. ചെറുതും വലുതും ആ പാർട്ടിയുടെ അംഗബലം അനുസരിച്ചായിരിക്കാം. പക്ഷേ എന്നാൽ അവരെയെല്ലാം യോജിപ്പിച്ച് നിർത്തുമ്പോൾ മാത്രമാണ് അതൊരു മുന്നണിയായി തീരുക. ആ മുന്നണിയായി തീരുമ്പോൾ അത് CPI മാത്രമല്ല, എത്രയെല്ലാം ഘടകകക്ഷികൾ മുന്നണിയിലുണ്ടോ ആ ഘടകകക്ഷികൾക്കെല്ലാം അഭിമാനത്തോടെ ഈ മുന്നണിയുമായി ചേർന്ന് നിന്ന് പോകാനുള്ള പരിഗണന അവർക്കെല്ലാം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അത്തരമൊരു പരിഗണനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ളത് ഏതെങ്കിലും കാലത്തൊരു തീരുമാനമെടുത്ത് അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് അത് ഇടതുപക്ഷ മുന്നണിയിൽ എപ്പോഴാണ് അങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ആയിരിക്കട്ടോ തീരുമാനിച്ചത്. അപ്പം മുൻപേ ഉള്ളൊരു ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് എതിർക്കുന്നു എന്നല്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തിയതല്ല. അങ്ങനെ നടന്നു പോകുന്ന കീഴ്വഴക്കം എന്നൊക്കെയാണ് ചിലപ്പോൾ അതിന് പറയുക. അത്തരം ഒരു കീഴ്വഴക്കത്തിൽ ചിലതിനൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കേണ്ടി വരും. ഇതിൽ അവസാനമായതിൻ്റെ ഒരു ചോദ്യം, ഇനി അടുത്തൊരു ഘട്ടം എന്താണ്? CPI ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത്തരം രാഷ്ട്രീയമായ കാര്യങ്ങളിൽ, ഇത്തരം രാഷ്ട്രീയമായ മുന്നണി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു മുൻകൂട്ടി ഇന്നത് എന്നങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നിച്ചിരുന്നുള്ള ചർച്ചയിലൂടെ ആ കാര്യമെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഏത് കാര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പും ഒന്നിച്ചൊരു ചർച്ചകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതിക്കനുസരിച്ചുള്ള ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്. ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രതികരണം അത് പിൻവലിക്കും, അതായത് പിന്നിലേക്ക് പോകുമെന്ന് കരുതുന്നു. അല്ല, അതൊക്കെ അതാത് പാർട്ടികളും അതാത് നേതാക്കന്മാരുടെയും പ്രതീക്ഷയുണ്ടോ? ഇല്ല, അതല്ല. പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അല്ല, അതാണല്ലോ ഞങ്ങൾ ഉന്നയിച്ചൊരു വിഷയം. ഗൗരവതരമായ ഒന്നാണ്. അതിനകത്ത് രാഷ്ട്രീയമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മുന്നണിയുടെ രീതികൾക്കനുസരിച്ചും എല്ലാം പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരമൊരു കാര്യം ഉന്നയിച്ചത്. ആ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചകൾക്കിടയിൽ പെട്ടെന്ന് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട കാര്യമില്ല. ആ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളെയൊക്കെ നയിക്കുന്നത് ഒരു രാഷ്ട്രീയമാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഒരു രാഷ്ട്രീയത്തെ കാണുമ്പോൾ ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആ രാഷ്ട്രീയമുള്ളൂ. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത്. ദില്ലിയിൽ നിതിൻ ഗഡ്കരിയെ കാണാൻ എത്തിയതാണ് P. പ്രസാദ് MLA. ഏതായാലും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.